5 സമയമൊക്കെ ആയപ്പോൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് ചെന്നായിരുന്നു കേട്ടോ. അപ്പം വരുന്ന ആ വഴി ഫുള്ളും വെള്ളം കയറുന്നുണ്ടായിരുന്നു. അപ്പം മീൻ കയറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്ന വരവിനാന്ന് തോന്നുന്നു അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ മീനിങ്ങനെ പിടിച്ച് വരുന്നു. വലിയ മീനാണ്, നമ്മുടെ വരാലായിരുന്നു കേട്ടോ. ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പം വെള്ളം ചെറുതായിട്ടേ വരുന്നുള്ളൂ, പക്ഷേ അതിലേക്കൂടെ ഇങ്ങനെ ഞൊളഞ്ഞ് വരുന്നതുകൊണ്ട് ഞാൻ സൗണ്ട് കേട്ടോണ്ട് ശ്രദ്ധിച്ചേ. അപ്പോഴത്തെ പിന്നെ ഏട്ടൻ പോയി അബി എടുത്ത് പറഞ്ഞ് വല എടുത്തോണ്ട്, അങ്ങനെ വല എടുത്തോണ്ട് വന്ന് ഞങ്ങൾ അതിനെ പിടിച്ചിട്ടാ. ഭയങ്കര പാട് വിട്ട് പിടിക്കാൻ ആശാനതങ്ങ് എഴിഞ്ഞ് അങ്ങ് പോയി കേട്ടോ. പിന്നെ അതിന് പയ്യെ അനങ്ങാതെ പോയി ആ വലയിട്ട് പിടിച്ച് മുട്ടനാണോ കേട്ടോ. അങ്ങനെ ഇവിടെ നല്ലോണം ഊപ്പയും കയറും. അതുപോലെ തന്നെ കഴിഞ്ഞ മഴയുടെ ആ സീസണൊക്കെ ഊപ്പ കയറി, ഞങ്ങൾ കുറേ ഊപ്പേനെ പിടിച്ച് വറക്കുകയൊക്കെ ചെയ്തിട്ട്. ഇപ്പം വരാല കയറുന്നിട്ടാ. ഇത് പക്ഷേ മുട്ടയുള്ള വരാലായിരുന്നു കേട്ടോ. ഇടയ്ക്കൂടെ പിന്നെ പാത്രത്തിൽ ഇട്ടപ്പോഴത്തെ അവന് പാത്രം കഴുകുന്ന ഇതിനകത്ത് നിന്ന് വീണ് കേട്ടോ. പിന്നെ അതിനകത്ത് നിന്ന് ഭയങ്കര റിസ്ക് എടുത്താണ് ഏട്ടൻ പിടിച്ച് ആ വക്കറ്റിലിട്ട് കേട്ടോ. ഭയങ്കര കുരുത്തം കെട്ടയാന്ന് തോന്നിയിട്ട്. അതിൽ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും മുട്ടയുടെ നല്ല വരാലായിരുന്നു കേട്ടോ. മുട്ടന് വരാലായിരുന്നു കേട്ടോ. മുട്ടയിടാൻ സീസണൊക്കെ ആയി വരുമോ വരാൽ. അപ്പോൾ ആ സമയത്ത് ഇത് വെള്ളത്തിൽ നിന്ന് കയറുന്ന കേട്ടോ. മറ്റേ വലിയ കനാലിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മൾ പിടിച്ചത്. പിന്നെ അവിടുന്ന് ആ വഴി വീട്ടിലോട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് ബക്കറ്റ് ഇട്ടപ്പോഴത്തെ പിങ്കിമ പിന്നെ സൗണ്ട് കേട്ടോണ്ട് വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ. പിങ്കിമ വിചാരിക്കും ഇത് എന്താണ് സംഭവം എന്നായിരിക്കും കേട്ടോ. ഒരു 100 വട്ടം നോക്കി. അത് പിടിക്കുന്ന കണ്ടപ്പോഴത്തെ അത് പിടച്ചിട്ട് ചാടി വീണ് കേട്ടോ. ഒന്ന് വെള്ളം അടിച്ചപ്പോഴത്തെ പിങ്കിമ പേടിച്ച് ഓടിക്കളഞ്ഞു കേട്ടോ. പിങ്കിമ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. പിന്നെ രാവിലെ നമ്മൾ പാത്രം പിന്നെ അടച്ച് വെച്ചിരുന്നു, അതുപോലെ നിന്ന് ചാടിപ്പോവും. അതുപോലെ തന്നെ ഇച്ചിരി ചോറിട്ട് കൊടുത്തു. രാവിലെയൊക്കെ ആയപ്പോഴത്തെ ഉപ്പിനകത്തോട്ട് ഈ മീൻ ഇട്ടിട്ട് അടച്ച് വെക്കാമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചാവും കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി ചാരവും കൂടി ഇടാമെങ്കിൽ, ചാരമില്ലേ നമ്മുടെ തീക്കനൽ, അതിൻ്റെ തണുത്ത ചാരവും കൂടി ഇടാമെങ്കിൽ എളുപ്പം ചത്ത് കിട്ടും. പക്ഷേ എന്നാലും കണ്ടിച്ചപ്പോൾ ചെറിയൊരു പിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് വറക്കാൻ വേണ്ടി ഒരെണ്ണ ഉള്ളായിരുന്നു. അപ്പോൾ അത് വറക്കാൻ വേണ്ടി കുറച്ച് മസാലയൊക്കെ ചേർത്ത്, അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു, പരിചിലും ഉണ്ടായിരുന്നു, അതൊക്കെ ചേർത്ത് വറുത്ത് കേട്ടോ. നല്ല മുരിഞ്ഞ നല്ല ഫ്രഷ് വരാലല്ലായിരുന്നു. പിന്നെ ചോറും ചമ്മന്തിയും മുട്ടയെല്ലാം കൂട്ടി കഴിച്ചടുത്ത് വീട്ടിൽ കാണാവേ. ബൈ.